രുചിഭേദത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് കുറവങ്കോണത്തുള്ള വിഷ്ബോണിലാണ് എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ കൂടെയുള്ളത് മിസ് റാണി അശോക് ആണ്. സോ ഇന്ന് മാം നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചു തരാൻ പോവാണ്. സോ എന്താ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഹെവൻലി ചിക്കൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഹെവൻലി ചിക്കൻ ആണ്. സോ ആൻറ്റി അതിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ ആൻറ്റി? ഹെവൻലി ചിക്കൻ ഞങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഹെവൻലി എന്ന പേരേ ഉള്ളൂ, ശരിക്കും തനി നാടനാണെന്ന് വേണമെങ്കിൽ പറയാം. ഹെവൻലി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഇത്. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ഇത് എത്രമാത്രം. ഇത് മറ്റെവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ തന്നെ റെസിപ്പിയാണ്, ഒരു സിഗ്നേച്ചർ ഡിഷ് ആണെന്ന് തന്നെ പറയാം. ചിക്കൻ ഹെവൻലി ചിക്കൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കോമ്പിനേഷൻ ബെസ്റ്റ് ഇടിയപ്പത്തിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അതുപോലെ പത്തിരിക്കും നന്നായിട്ട് ചേരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ ഡിന്നർ ആണ് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സാധാരണ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനും വേണം. ഓനിയനും ചിക്കനും ഒരു ചെറിയൊരു ടൊമാറ്റോ മാത്രം മതി. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പുളിപ്പ് രസം കൂടുമെന്നുള്ളത് കൊണ്ട് ടൊമാറ്റോ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ചിക്കൻ കറി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിൽ ആണ്. സോ അത് കോക്കനട്ട് ഓയിൽ വളരെ കുറച്ചൊഴിച്ചാൽ മതിയാവും. നേരത്തെ എല്ലാം 2 ടേബിൾ സ്പൂൺസ് ഒക്കെ ടേബിൾ സ്പൂൺ മതി. പിന്നെ നിങ്ങൾ കൂടുതൽ എടുക്കുന്നെങ്കിൽ ഇപ്പം 1 കിലോ 2 കിലോ ഒക്കെ ചിക്കൻ ആണെങ്കിൽ കൂടുതൽ അതിന്റെ അളവിന് നമുക്ക് എടുത്താം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റ് ഇടുന്നത്. ഉള്ളി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബിഗ് ഓണിയൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെറിയുള്ളി മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല, സവാള തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ചിക്കൻ കറി പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഉള്ളി ഇട്ടു ആൻഡ് ഗ്രീൻ ചില്ലിയും നമ്മൾ ആഡ് ചെയ്തു. സോ ഗ്രീൻ ചില്ലി ഒരു ഗ്രീൻ ചില്ലി എടുത്താൽ മതി. കുറച്ചൊന്ന് വഴറ്റിയിട്ട് നമുക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. സോ ഓണിയനും ഇട്ടു, നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. രണ്ടും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കുമാണ് നമ്മൾ അടുത്ത ഐറ്റംസ് ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ചേർക്കാം. സോ നോർമലി ഏതൊരു കറിയിലായാലും തന്നെ നമ്മൾ നോർമലി ചേർക്കുന്ന ഐറ്റംസ് തന്നെയാണ് ചേർക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടോ? ഇതിനകത്തുള്ള സീക്രട്ടോ? ഇതിനകത്ത് സീക്രട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ആരും ഇതുണ്ടാക്കാൻ മെനക്കിടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിത്തിരി ജോലിയാണ് എന്ന് വെച്ചാൽ ഒരിത്തിരി സമയം വേണം, അതിന്റെ കൂടെ ഒന്ന് നിൽക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ. പല സമയങ്ങളും നമ്മൾ എല്ലാവരും സൺഡേ ഒരു ഔട്ടിങ്ങിന് പോകുന്നതിന് തന്നെ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഇത് തന്നെയാണ്. ആ ഒരു ദിവസമെങ്കിലും നമുക്ക് ഒത്തിരി ഗാർലിക്കും ഒരുമിച്ച് തന്നെ ഇടാം. ഇതെല്ലാം ഒരുമിച്ച് ഇടാം. സോ ജിഞ്ചർ, ഗാർലിക്, പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി നമ്മൾ നേരത്തെ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നില്ല. ഇതൊരു ഈ ഒരു നാടൻ കറി നേരത്തെയും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള നാടൻ കറികൾ വെച്ചിരുന്നു. സോ ഇതല്ലാണ്ട് വേറെ നാടനായിട്ടുള്ള വേറെ എന്തൊക്കെ റെസിപ്പീസ് ഉണ്ട് ഇവിടെയോ? ഇവിടെ ഇനിയുള്ളത് ചിക്കൻ ഉലത്ത് എന്ന് പറയുന്നത്. ഉലത്ത് ശരിക്കും പെരട്ട് പോലെ തന്നെയാണ്, കുറച്ചും കൂടെ ഡ്രൈ ആക്കും. അതിനകത്ത് തേങ്ങാ കൊത്തൊക്കെ നമ്മൾ ചേർക്കും. ബീഫിന്റെ ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ. ആ ഉലത്തിന്റെ പ്രത്യേകത തേങ്ങാ കൊത്തി ഇടുന്നത് തന്നെയാണ്. പിന്നെ നാടനായിട്ടുള്ളത് മലബാറി ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് തനി നാടനാണ്, തേങ്ങാപ്പാലും ഉണ്ട്. പിന്നെ നാടൻ ചിക്കൻ കറി ഉണ്ട്. നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പം അതിലും കോക്കനട്ട് മിൽക്ക് ചേർക്കും. നമ്മൾ കോക്കനട്ട് മിൽക്ക് ചേർക്കുകയും പിന്നെ അല്പം മസാലയൊക്കെ ചേർക്കും. മലബാറി സ്പൈസി ആണോ? നല്ല സ്പൈസി ആയിട്ടുള്ള സ്പൈസി വേണമെങ്കിൽ നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ. നോർമലി സ്പൈസി അല്ല. കോക്കനട്ട് മിൽക്ക് ചേരുമ്പോൾ പൊതുവെ ആ എരിവങ്ങ് പോകും. ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൊമാറ്റോ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ.
സോ നോർമലി ഏതൊരു കറിക്കായാലും എരിവ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇത്തിരി കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ അത് കുറയ്ക്കാൻ. സോ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഈവൻ ഇപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ ഗ്രേവി ഒത്തിരി കുറവാണെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് ഗ്രേവി കിട്ടാനും ഒരു മാർഗ്ഗമാണ്. സോ അതേപോലെ ഇപ്പോൾ നമ്മൾ നോർമലി ചാട്സ് എന്ന് പറയുന്നത് നമ്മുടെ കൈൻഡ് ഓഫ് ഒരു ജങ്ക് ഫുഡാണ്. സോ ഇത് നമ്മളൊരു ഹെൽത്തി റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ചാട്സ് ഉണ്ടോ? ഇഫ് അറ്റ് ഓൾ ചാട്സ് ഇല്ല അല്ലേ? ടോട്ടലി ചാട്സ് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. സോ നോർമലി യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് ഫുഡിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരിക്കും. ഇത്രയും ആവുമ്പോൾ അതായത് തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ശരിക്കും നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാല തന്നെയാണ്. മറ്റേ സാധാരണ ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ചിക്കൻ മസാല തന്നെ ചേർത്താൽ മതി. അതൊരു 2 ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ മതി. ഇത് മാത്രമാണ് ഇത് ഇതിനകത്ത് ഇടുന്നത്. മറ്റെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റും വേറെ ആവും. നമ്മൾ മറ്റു കറികൾക്കൊക്കെ അത് നേരത്തെ ചെയ്തിട്ടുള്ളതിലൊക്കെ നമ്മൾ ചെയ്തത് ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് പെരുംജീരകവും മസാലകളും ഒക്കെ ചേർക്കും. അതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറും തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടില്ല. ഇത് വളരെ വ്യത്യസ്തമായത് ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നത് എടുത്ത് ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. സോ കറക്റ്റ് ആ ഒരു മസാലസിന്റെ ഒക്കെ ഫ്ലേവർ നമുക്ക് കറക്റ്റ് കിട്ടും. ചിക്കൻ നമ്മൾ വളരെ ചെറിയായിട്ട് അരിഞ്ഞ പീസാണോ? അരിഞ്ഞ പീസ്. ഇതിപ്പോൾ ബോൺലെസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കിവിടെ ഇറച്ചിപ്പൊട്ടെന്നും പറഞ്ഞ് വേറൊരു റെസിപ്പി ഉണ്ട്. ഞങ്ങളുടെ ഇറച്ചിപ്പൊട്ടിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹെവൻലി ചിക്കനാണ്. അപ്പം ആൾക്കാർക്ക് കഴിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബോൺലെസ് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം പലരും ഈ സ്പൂണും ഒക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഈസിയർ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഹെവൻലി ചിക്കൻ. അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇറച്ചിപ്പുട്ട് അങ്ങനത്തെ ഐറ്റംസ്. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇപ്പോൾ ഇപ്പോൾ ഇടിയപ്പം ഒക്കെ ആണെങ്കിലും ഈവനിങ് ടിഫിനായിട്ട് വരുന്നുള്ളൂ. വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കും. ഇത് എത്ര മിനിറ്റ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് കഴിക്കേണ്ടി വരും? ഇതൊരു 7-8 മിനിറ്റ് ഒക്കെ മതി. ഓക്കെ. സോ കംപ്ലീറ്റ് ഒരു വെള്ളത്തിൽ കിടന്ന് പിന്നെ ചിക്കൻ്റെയും കൂടി ഒരു വെള്ളമാണ് കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സ്റ്റേജും കൂടെ ഉള്ളത് ഇതിനെ ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹെവൻലി ചിക്കൻ 2 തരത്തിൽ നമുക്ക് കൊടുക്കാം. അതായത് സെമി ഗ്രേവി ആയിട്ടും ഡ്രൈ ആയിട്ടും. സെമി ഗ്രേവി ടൈപ്പാണ് നമ്മൾ ഇറച്ചിപ്പുട്ടിൽ വെക്കുന്നത്. പുട്ടിന്റെ കൂടെ കുറച്ച് ഗ്രേവിയും കൂടെ വേണം പുട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നതിൽ. അപ്പം ഇത് ചെയ്യുമ്പോൾ ഡ്രൈ ആക്കുമ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റേജും കൂടെ ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കുന്നത് ഹെവൻലി ചിക്കൻ ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ ഈ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം എടുക്കും. ഇത് ഇത്രയും ഡ്രൈ ആക്കണ്ടേ നമ്മൾ. സോ ഒത്തിരി വെള്ളം വറ്റി വരണം, മാത്രമല്ല ആ ഒരു ചിക്കനും നന്നായിട്ടൊന്ന് കുക്കായി വരണം. സോ നേരത്തെ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ലഞ്ചിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മാം പറയാമോ? ലൈക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ലഞ്ച്? പിന്നെ അത് കഴിഞ്ഞ് പുഡിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സോ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമുക്ക് കോക്കനട്ട് പുഡിംഗ് ഉണ്ട്. ഞങ്ങളുടെ പുഡിങ്ങുകളാണ്. പിന്നെ കൂടാതെ സാലഡ്സ്, ഇതെല്ലാം ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചിനായിട്ട് വരുന്നവർക്ക് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണി. അതിന് തന്നെ ഇപ്പൊ ഹെൽത്തി 2 മെനു ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അതൊരു ഹെൽത്തി വൈസ് നോക്കിയാലും ഓക്കെ ഹെൽത്തിയാണ്. അതല്ല നോർമൽ ഫുഡിലാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാല് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഓയിലോ ഒന്നും നമ്മൾ ചേർക്കാറില്ല. നെയ്യ് തന്നെ വളരെ കുറഞ്ഞ ഒരളവിലാണ് ചേർക്കുന്നത്.
അതുപോലെ സാധാരണ ബിരിയാണിക്ക് ചെയ്യാറുള്ള പോലെ സവാള ഇട്ട് നെയ്ക്കകത്ത് വഴറ്റി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. വളരെ ഈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ടൊമാറ്റോ ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ ഓക്കെ. ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഒനിയൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം ടൊമാറ്റോയാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ടൊമാറ്റോ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ളത്തെ മെയിൻ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ, നെയ്യ് പോലെയുള്ള സാധനങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുകയും വളരെ നല്ല രീതിയിൽ വളരെ കൂടുതൽ ടൊമാറ്റോയും, അതായത് കൂടുതലും ആ ഒരു വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ അരിയൊക്കെ നമ്മൾ നെയ്ക്കകത്തിട്ട് മൂപ്പിക്കുക. സാധാരണ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇതിനകത്തില്ല ശരിക്കും. പക്ഷെ കഴിച്ചാൽ മറ്റു രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടിരിക്കും. ഓക്കെ. അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോൾ നെയ്യ് മൂപ്പിച്ചില്ലെങ്കിൽ ഇതിനെങ്ങനെ ടേസ്റ്റ് വരുമെന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമുക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് സെയിം ടൈം കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളതാണ് ബിരിയാണി. സോ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ? അത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു അടുത്തൊരു സ്റ്റേജും കൂടെ ഉണ്ട് ഇതിന്. ഓക്കെ. അതായത് 2 ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു സെമി ഗ്രേവി ആയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഹെവൻലി ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് ചെയ്യാൻ തോന്നുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ഇത്രയും വരെ ആയി കഴിയുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സോ ഒരു അല്പം ഗ്രേവി ഉള്ള ഒരു ഇതായിട്ട് ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കൊടുക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കാറുണ്ട്, ഗാർണിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി വീണ്ടും നമ്മൾ കുറച്ച് എണ്ണ, ഒരല്പം കൂടെ എണ്ണ ഒഴിക്കണം. ഈ എണ്ണ തിരിച്ചു വരും, അതാണ് അതിൻ്റെ ഒരു പരുവം. ഓക്കെ, എണ്ണ തിരിച്ച് വരണം. എന്നിട്ട് ഇതിലേക്ക് കടുക്, നമ്മൾ കടുക് പൊട്ടിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലേ, കടുക് ആദ്യമായിട്ട് ഇടുന്നതാണ്. കടുക് ഇട്ടു, കടുക് നല്ല പൊട്ടിയിട്ട് നമ്മൾ ഇത് തിരിച്ചിലേക്ക് തന്നെ ഇടും. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി ഒരിക്കൽ കൂടെ, അതായത് നല്ല ഡ്രൈ ആക്കുമ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി ഓക്കെ നല്ല ഒരു ഫ്രൈഡ് ആയിട്ട് ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട്. ഇതിൽ നമ്മൾ വീണ്ടും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാറുണ്ടോ? കറിവേപ്പില അവസാനം ഇടാം. കറിവേപ്പിലയുടെ ഒരു പരുവമാണ് ശരിക്കും നമ്മളിത് ശരിയായി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഇടുന്ന കറിവേപ്പില എന്തോ ഇതിനകത്ത് എണ്ണയൊന്നും ഇല്ലല്ലോ. ഇത് കുറച്ചു നേരം കഴിയുമ്പം എണ്ണയൊക്കെ പറ്റി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരും. സോ കടുക് പൊട്ടിക്കഴിഞ്ഞു. സോ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ തിരിച്ചതിലേക്ക് തന്നെയാണ്. അതിനെ നമ്മൾ കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണം, നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം എല്ലാം വറ്റണം. ഓക്കെ. ചില സമയം നമ്മൾ ചെയ്യുന്ന ബീഫ് ഫ്രൈ പോലെ നല്ല ഡീപ് ഫ്രൈഡ് ആണ് അല്ലേ? സോ ഇതിൽ നമ്മൾ വേറെ സത്യം പറഞ്ഞ ലുക്സ് ലൈക്ക് കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത പോലെ തോന്നും അല്ലേ? പക്ഷെ എന്നാലും ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ഈ നമ്മളൊരു സെമി ഗ്രേവി ആയിട്ട് വന്നില്ലേ, ആ ഒരു ടൈമിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ നാടൻ ചിക്കൻ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പത്തിനൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ വെള്ളയപ്പം, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ കുറച്ച് 2-3 പൊട്ടറ്റോയും കൂടെ ചേർക്കുവാണെങ്കിൽ, വേവിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറിയാണ്. ഇപ്പം നമ്മൾ കറിവേപ്പിലയുടെ മാറ്റം നോക്കണേ. കറിവേപ്പില മാറി മാറി വരും, നല്ല ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴാണ് അത് പരുവമായി. അതുപോലെ എണ്ണയും നമ്മൾ ഒഴിച്ചത് അത്രയും തിരിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇതിനകത്തൊന്ന് ഊറി ഊറി ഇങ്ങനെ പോന്നുകൊണ്ടേ ഇരിക്കുവേ. അപ്പം അത് ശരിക്കും ഇത് പരുവാകുമ്പോൾ അങ്ങനെ സംഭവം നമ്മളിങ്ങനെ ചരിച്ചു വെച്ചാൽ മതി പാത്രം. അപ്പം ഇങ്ങനെ എണ്ണ വന്നുകൊണ്ടേ.
സോ അതേപോലെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഇവിടെ പല ടൈമിങ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ ഇതിപ്പോൾ ഗ്രേവീസിൽ തന്നെ ഇവിടുത്തെ ഒരു ട്രേഡ് മാർക്ക്, ഇപ്പോൾ ഇതൊരെണ്ണം സിഗ്നേച്ചർ ഡിഷാണ്. ഇതേപോലെ സിഗ്നേച്ചർ ഡിഷസ് എന്നിവിടെ പറയുന്ന ഡിഷസ് ഏതൊക്കെയാണ്? ഞങ്ങളുടെ ചിക്കൻ റോസ്റ്റ് കറി, അത് ശരിക്കും നമ്മൾ തന്തൂരിയിലുണ്ടാക്കുന്ന ചിക്കൻ. ഓക്കെ. അതിനകത്ത് എണ്ണയെ ഉപയോഗിക്കാറില്ല ശരിക്കും. ആ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ആ ഗ്രേവി ശരിക്കും നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെ, നമ്മുടെ ഈ ടൊമാറ്റോയും ക്യാരറ്റ് ജിഞ്ചർ ഗാർലിക് ഇതൊക്കെ ബോയിൽ ചെയ്യും. നമ്മൾ ബോയിൽ ചെയ്ത് പിന്നെ മിക്സിയിലടിച്ച് ആ ഒരു ഗ്രേവിക്കകത്തോട്ടാണ് നമ്മൾ നമ്മളുടെ തന്തൂറിൻ്റെ ചിക്കൻ. അതിനകത്ത് അല്പം പോലും എണ്ണ ഉപയോഗിക്കാറില്ല ആ ഒരു ഗ്രേവി. അതുകൊണ്ട് വളരെ ഹെൽത്തി ആണെന്ന് തന്നെ പറയാം. സീറോ. ഞങ്ങൾക്ക് വേറെണ്ണം ഉള്ളത് ടൊമാറ്റോ ഓനിയൻ സബ്ജി എന്ന് പറഞ്ഞിട്ട്, അത് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ഓയിലൊക്കെ വളരെ കുറച്ച് തന്നെയാണ്. അതെന്തിന്റെ കൂടെ കഴിക്കുന്നത്? അത് ചപ്പാത്തിയൊക്കെ തന്നെ നല്ലതാണ്. തന്തൂർ റൊട്ടി, ടൊമാറ്റോ റോസ്റ്റ് കറിയും പിന്നെ ചിക്കൻ റോസ്റ്റ് കറിയും ഈ തന്തൂർ ഐറ്റംസിന്റെ കൂടെയാണ് കൂടുതൽ നല്ലത്. കാരണം അത് രണ്ടും ഏകദേശം എണ്ണ കുറവാണ്. തന്തൂർ എണ്ണ ഒട്ടും എണ്ണയില്ലല്ലോ, തീക്കകത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും വളരെ നല്ല നന്നായിട്ട് പോകും. അപ്പം നമ്മുടെ ഹെവൻലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് തന്നെ നമുക്ക് മാറ്റാം. സോ നല്ല ക്യാപ്സിക്കം ടൊമാറ്റോ ഒക്കെ വെച്ച് അതിന് നേരത്തെ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. സോ ശരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു എന്താ പറയുക സ്നാക്ക് പോലെ വേണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലേ. സോ അധികം ഒരു ഓയിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, കാരണം നമ്മൾ അധികം എക്സ്ട്രാ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. സോ നമ്മുടെ ഹെവൻലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു ടേസ്റ്റ് ഇറ്റ്. സോ നല്ല ചൂടായിട്ടുള്ള ഹെവൻലി ചിക്കൻ. സോ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. സോ ഈവൻ നമ്മൾ ഈവനിങ് ഒക്കെ എന്തായാലും സ്നാക്കായിട്ട് നമുക്ക് ചുമ്മാ കഴിക്കാൻ തന്നെ. ശരിക്കും നല്ല ഫ്രൈഡ് അപ്പ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബീഫൊക്കെ നല്ല കട്ടിയായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ ഈ കോക്കനട്ട് പൊത്തൊക്കെ ഇട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റാണ്. ഇപ്പോൾ എരിയായിട്ടും സ്പൈസി ആയിട്ടും തന്നെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലവ് ദിസ്. ഹെവൻലി ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ തന്നെ ഡെഫിനറ്റ്ലി. സോ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലായിട്ട് ടേസ്റ്റ് ചെയ്യാം. സോ ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ട് നാടൻ ആയിട്ടുള്ള വിഭവങ്ങളും നമുക്ക് വേണ്ടി ഇവിടെ ചെയ്തു തരുന്നുണ്ട്. സോ ഈ ഒരാഴ്ച മുഴുവനും മാം കൂടുതലും നാടൻ വിഭവങ്ങളും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും ഒക്കെയാണ് നമുക്ക് കാണിച്ചു തന്നത്. സോ എല്ലാവരും വീട്ടിലെല്ലാം ട്രൈ ചെയ്യണം. സോ ഓഫ് കോഴ്സ് വിഷ്ബോണിൽ വന്നും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. സോ താങ്ക്സ് അലോട്ട് മാം ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് കാണിച്ചു തന്നതിന്. സോ ഇനി അടുത്ത ആഴ്ചയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ, ഹാവ് ഫൺ. ദിസ് ഇസ് ഷാരൺ.